وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്വിശ്വാസികൾ, ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ളയുടെ കലിമത്തുൽ ഇഖ്ലാസ് വ തഹ്ഖീഖ് മഅനാഹ എന്ന റിസാലയാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനമായി പറഞ്ഞ അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞതിൻ്റെ ആകെ തുക ഉള്ളടക്കം എന്നത് തൗഹീദിന്റെ ഫദ്ൽ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശ്രേഷ്ഠത, അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ രണ്ട് ആശയത്തിലാണ് വന്നിട്ടുള്ളത്. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് സ്വർഗമുണ്ട്. രണ്ടാമത്തേത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നതിനെ 4 രീതിയിൽ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കണം ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നിബന്ധനകൾ എന്താണ്, അല്ലെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നരകം ലഭിക്കുമെന്നുള്ളത് നിരുപാധികം അങ്ങനെയാണോ, അങ്ങനെയുള്ള 4 അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള ചർച്ച ചെയ്യുന്ന വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെ, അതിന്റെ ആശയത്തെ, അതിന്റെ അർത്ഥത്തെ വ്യക്തമാക്കുന്ന തഹ്ഖീഖ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് പറഞ്ഞത്. അതിൽ അവസാനമായി നാം സൂചിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ യുതാഉ ഫലാ യുഅസാ, അനുസരിക്കപ്പെടേണ്ടവനാണ് അല്ലാഹു. ഇലാഹ എന്നുള്ളതിന്റെ അർത്ഥം അനുസരണക്കേട്, ധിക്കാരം ഉണ്ടാകാൻ പാടില്ല. ഹൈബത്തൻ ലഹു, അതെന്തുകൊണ്ടാണ്? അള്ളാഹുവിന് കൊടുക്കേണ്ട ഗാംഭീര്യം കൊണ്ട്. വ ഇജ്ലാലൻ, മഹത്വം കൊണ്ട്. വ മഹബ്ബത്തൻ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം. വ ഖൗഫൻ, ഭയം. വ റജാഅൻ, പ്രതീക്ഷ. വ തവക്കുലൻ അലൈഹി, അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട്. വ സുആലൻ മിൻഹു വ ദുആഅൻ ലഹു, അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടും ദുആ ചെയ്തുകൊണ്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ, മറ്റൊരാൾക്കും അതിന് അവകാശമില്ല. ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ, ഏതെങ്കിലും ഒരു സൃഷ്ടിയെ ഒരാൾ പങ്കുചേർത്താൽ, അഥവാ ഉലൂഹിയത്തിൽ പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആരെയെങ്കിലും, ഏതെങ്കിലും സൃഷ്ടിയെ ആരെങ്കിലും പങ്കുചേർത്താൽ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിൽ ഇഖ്ലാസ് പൂർണ്ണമായിട്ടില്ല, അതിൽ നഖ്സ് സംഭവിച്ചിട്ടുണ്ട്, അവന്റെ തൗഹീദ് പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള പറഞ്ഞ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുപാധികം കുഫ്ർ, ശിർക്ക് എന്നീ പദങ്ങൾ, കുഫ്ർ, ശിർക്ക് എന്നുള്ള ഈ പദങ്ങൾ മറ്റു പല കാര്യങ്ങൾക്കും, പാപങ്ങളിൽ ഉൾപ്പെടുന്ന മറ്റു പല കാര്യങ്ങൾക്കും പരാമർശിച്ചിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങളാണ് ഷിർക്കുൻ അസ്ഗർ ആയിട്ടുള്ള മാഷാ അല്ലാഹ് വശിഅത എന്ന് പറയുന്ന, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത വേറെ എന്തെങ്കിലും വിളിച്ച് സത്യം ചെയ്ത് പറയുന്ന, അതുപോലെയുള്ള പല കാര്യങ്ങളും അത് ഷിർക്കാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഷിർക്കിന്റെ വിധി എന്താ? പൊതുവായിട്ട് എന്താ? അവൻ നരകത്തിൽ ശാശ്വതമാണ്, അവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ട് ഷിർക്കാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതൊക്കെ നരകത്തിൽ ശാശ്വതമാകുന്ന ഷിർക്കാണോ? ഷിർക്കുൻ അക്ബർ ആണോ? അല്ല, ഷിർക്കുൻ അസ്ഗർ ആണ്. അതുപോലെ തന്നെ വേറെ ചില പാപങ്ങളെ പറ്റി പറയുന്നിടത്തും ഈ അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ ഷിർക്കാണ്, കുഫ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിനുശേഷം ഇബ്നു റജബ് ഹംബലി റഹിമഹുള്ള പറഞ്ഞു, അവസാനമായി നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അധിക പാപങ്ങളും അല്ലെങ്കിൽ ധാരാളം പാപങ്ങൾ ഒരടിമയിൽ സംഭവിക്കുന്നത് ഇത്തിബാഉ ഹവൻ നഫ്സ്, സ്വന്തം നഫ്സിന്റെ ഇച്ഛയെ പിൻപറ്റിക്കൊണ്ടാണ്. സ്വന്തം നഫ്സിന്റെ ഇച്ഛയെ പിൻപറ്റിക്കൊണ്ടാണ്. അങ്ങനെ ചെയ്യുന്ന ധാരാളം പാപങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുപാധികം കുഫ്ർ, ശിർക്ക് എന്നീ പദങ്ങൾ കൊണ്ട് പരാമർശിച്ചിട്ടുണ്ട്.
അതായത് ഒരു മനുഷ്യൻ ചെയ്യുന്ന അവന്റെ ഇച്ഛ കാരണം ചെയ്യുന്ന പാപങ്ങളെ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുഫ്റാണ്, അത് ശിർക്കാണ് എന്ന പ്രയോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമാണ്, ഒന്ന് രണ്ട് ഉദാഹരണം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് തന്നെ പറഞ്ഞു. ഒന്ന്, ഖിതാലിൽ മുസ്ലിം, ഒരു മുസ്ലിമിനെ കൊല്ലുന്നത് കുഫ്റാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് ദീനിൽ നിന്ന് മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കുഫറാണോ? അവൻ കാലാകാലം നരകാവകാശിയാകുന്നതാണോ? അല്ല, പാപമാണ്, വൻപാപമാണ്, ഗൗരവമുള്ള തെറ്റാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പറഞ്ഞത് എന്താണ്? കുഫ്റാണ് എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ വമൻ അതാ ഹായിദൻ ഔ ഇംറഅതൻ ഫീ ദുബ്രിഹാ, ഒരാൾ തന്റെ ഭാര്യയുമായിട്ട് അവളുടെ ഹൈദിന്റെ സമയത്തോ അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് ഗുദമൈദുനം ചെയ്യുകയോ ചെയ്താൽ അത് കുഫ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം അവൻ കാഫിറായി, അവൻ മുശ്രിക്കായി, അവൻ മില്ലത്തിൽ നിന്ന് പുറത്താണ്, അവന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, അവൻ കാലാകാലം നരകത്തിൽ ശാശ്വതമായിട്ടാണ് എന്നാണോ? അല്ല. പക്ഷേ ആ പാപത്തിന്റെ ഗൗരവത്തെ അറിയിക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സലഫുകൾ പറയാറുള്ളത്, എല്ലാ പാപവും ഒരു തരത്തിൽ ശിർക്കും കുഫ്റുമാണ്. എല്ലാ പാപവും ഈ പറഞ്ഞ ആശയത്തിൽ ശിർക്കും കുഫ്റുമാണ്. കാരണം അവന്റെ ഇച്ഛയെ പിൻപറ്റിക്കൊണ്ട് ചെയ്യുന്നത് കൊണ്ട്. സലഫുകൾ പറയാറുണ്ട് ഈ കാര്യത്തെ കുഫ്റുൻ ദൂന കുഫർ, ഷിർക്കുൻ ദൂന ഷിർക്ക്. കുഫറല്ലാത്ത, യഥാർത്ഥ കുഫറല്ലാത്തൊരു കുഫറാണത്, യഥാർത്ഥ ഷിർക്കല്ലാത്തൊരു ഷിർക്കാണത്, ഈ പാപങ്ങളെ പറ്റിയിട്ട്. എന്നിട്ട് ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞു, വഖദ് വറദ ഇത്ലാഖുൽ ഇലാഹ് അലൽ ഹവാ അൽ മുത്തബഅ. അതുപോലെ തന്നെ ഖുർആനിൽ ഇലാഹ് എന്നുള്ള പദത്തെ, ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടേണ്ടവൻ എന്നർത്ഥം, ആ ഇലാഹ് എന്ന പദത്തെ നിരുപാധികം ഹവാ അൽ മുത്തബഅ, പിൻപറ്റപ്പെടുന്ന ദേഹേച്ഛയ്ക്ക് പകരമായിട്ട് അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. ഏതായത്തിൽ? സൂറത്തുൽ ഫുർഖാനിലെ 43-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞു, അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, തന്റെ ഇച്ഛയെ ഇലാഹാക്കിയവനെ, തന്റെ ഇച്ഛനെ അവന്റെ ഇലാഹാക്കിയവനെ നീ കണ്ടിട്ടില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഇലാഹ് എന്നതിനെ ഒപ്പിച്ച് പറഞ്ഞത് എന്താണ്? ഹവയാണ്. ദേഹേച്ഛയെ ഇലാഹാക്കിയവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം അവൻ ദേഹേച്ഛയെ ആരാധിച്ചു, ദേഹേച്ഛയോട് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ദേഹേച്ഛയെ അള്ളാഹുവിന് പകരക്കാരനാക്കി, അല്ലെങ്കിൽ ദേഹേച്ഛയുടെ മുമ്പിൽ സുജൂദ് ചെയ്തു, ആ അർത്ഥത്തിലാണോ? അല്ല. അവൻ അള്ളാഹുവിന്റെ കൽപ്പനയെക്കാളും അള്ളാഹുവിന്റെ ഇഷ്ടത്തെക്കാളും അവന്റെ ദേഹേച്ഛയുടെ ആഗ്രഹത്തെയും ദേഹേച്ഛയുടെ താല്പര്യങ്ങളെയും ഇഷ്ടത്തെയും പരിഗണിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് ശരിക്ക് മനസ്സിലാക്കണം. കാരണം ഇനി വരുന്ന കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ ഈ ആശയത്തെ മനസ്സിലാക്കണം. ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞത് നാം കഴിഞ്ഞ ദിവസത്തിൽ അവസാനം വായിച്ചു, ഹുവല്ലദീ ലാ യഹ്വാ ശൈഅൻ ഇല്ലാ റകിബഹു. ആരാണ് തന്റെ ദേഹേച്ഛയെ ഇലാഹാക്കിയവൻ എന്ന് പറഞ്ഞത്? അവൻ എന്തൊന്ന് തോന്നിയാലും, എന്ത് പാപത്തിനോട് ആഗ്രഹം തോന്നിയാലും, എന്ത് ദേഹേച്ഛ വന്നാലും ഒരു മടിയില്ലാതെ ചെയ്യും. അതിന്റെ അർത്ഥം അവൻ ദേഹേച്ഛയെ ഇലാഹാക്കി എന്നതാണ്. ഖതാദ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഹുവല്ലദീ കുല്ലമാ ഹവാ ശൈഅൻ റകിബഹു വകുല്ലമാ ഇശ്തഹാ ശൈഅൻ അതാഹു ലാ യഹ്ജിസുഹു അൻ ദാലിക വറഉൻ വലാ തഖ്വ. അവൻ എന്തെങ്കിലും കാര്യം ഇച്ഛിച്ചാൽ, എന്തെങ്കിലും കാര്യം ആഗ്രഹിച്ചാൽ അവൻ അതുപോലെ ചെയ്യും. അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നു എന്ന നിലക്കോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ അതിനെ തടഞ്ഞു നിർത്തുന്ന അവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവൻ ഇലാഹിനെ, ഹവയെ ഇലാഹാക്കിയവനാണ് എന്ന് പറഞ്ഞു. ഇതുവരെ വ്യക്തമാണല്ലോ. ഇതിനുശേഷം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞു, വറുയ മിൻ ഹദീസ് അബി ഉമാമത മർഫൂഅൻ ബിഇസ്നാദിൻ ദഈഫിൻ മാ തഹ്ത ളില്ലിസ് സമാ ഇലാഹുൻ യുഅബദു അഅലമു ഇൻദല്ലാഹി മിൻ ഹവാ മുത്തബഅ. ആകാശത്തിന് കീഴിൽ സ്വന്തം പിൻപറ്റപ്പെടുന്ന ഇച്ഛയേക്കാൾ ഗൗരവമേറിയ ഒരു ഇലാഹിനെയും വേറെ ആരും ആരാധിക്കുന്നില്ല. ഈ ഒരു റിവായത്ത് ഹദീസല്ല, വഈഫായ സനദിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. പക്ഷെ സലഫുകൾ പറയാറുള്ള ഒരു വാക്കാണ്. സ്വന്തം ദേഹേച്ഛയെ ആരാധിക്കുക എന്നുള്ളത് ഈ ആശയത്തിൽ പറയാറുള്ള ഒരു വാക്കാണ്. ഇത്രയും പറഞ്ഞിട്ട് വേറെയും ഒരു ഹദീസായ വഈഫ് കൊണ്ടുവരുന്നുണ്ട്, നമ്മൾ വായിക്കുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് ഈ പറഞ്ഞ ആശയത്തിന്, അഥവാ സ്വന്തം ഇച്ഛയെ ഇലാഹാക്കിയവൻ എന്നുള്ള ആശയത്തിനോട് യോജിക്കുന്ന ഒരു ഹദീസ് കൂടി തെളിവായി കൊണ്ടുവരികയാണ്.
ويشهد لذلك الحديث الصحيح عن النبي صلى الله عليه وسلم. ഇതേ ആശയത്തെ അറിയിക്കുന്ന സ്വഹീഹായ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ വന്നിട്ടുള്ള വാക്ക് എന്താണ്? തഇസ അബ്ദുദ് ദീനാർ, തഇസ അബ്ദുദ് ദിർഹം, തഇസ അബ്ദുൽ ഖതീഫ, തഇസ അബ്ദുൽ ഖമീസ, തഇസ വൻതകസ വഇദാ ശീക ഫലാ ഇൻതഖശ. അങ്ങനെ തുടങ്ങി ഒരു ഹദീസാണ്. ഇതുകൊണ്ട് എന്താ അർത്ഥം? തഇസ അബ്ദുദ് ദീനാർ, ദീനാറിന്റെ അടിമയ്ക്ക് നാശം. തഇസ അബ്ദുദ് ദിർഹം, ദിർഹമിന്റെ അടിമയ്ക്ക് നാശം. തഇസ അബ്ദുൽ ഖതീഫ, മേൽത്തരം വസ്ത്രങ്ങളുടെ അടിമയ്ക്ക് നാശം. തഇസ അബ്ദുൽ ഖമീസ, അതുപോലെ തന്നെ മേൽത്തരം വസ്തുക്കളുടെ അടിമയ്ക്ക് നാശം. തഇസ വൻതകസ, അവൻ നശിച്ചിരിക്കുന്നു. ഇവിടെ നോക്കൂ, തഇസ അബ്ദുദ് ദീനാർ, ദീനാറിന്റെ അടിമ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. തഇസ അബ്ദുദ് ദിർഹം, ദിർഹമിന്റെ അടിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഉബൂദിയത്ത് എന്ന് പറഞ്ഞാൽ, അടിമത്വം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ടാവുക. അപ്പൊ അള്ളാഹുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ രണ്ട് രീതിയിലുള്ള ഉബൂദിയത്ത് ഉണ്ട്. ഉബൂദിയത്തുൻ ആമ്മ, ഉബൂദിയത്തുൻ ഖാസ. പൊതുവായിട്ടുള്ള ഉബൂദിയത്ത്, അങ്ങനെ പറഞ്ഞാൽ എല്ലാ ആളുകളും, മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും കാഫിരീങ്ങളും മുനാഫിഖീങ്ങളും മുശ്രിക്കീങ്ങളും മുൽഹിദീങ്ങളും അള്ളാഹുവിനെ അനുസരിക്കുന്നവനും അനുസരിക്കാത്തവനും നന്ദി കാണിക്കുന്നവനും നന്ദികേട് കാണിക്കുന്നവനും എല്ലാവരും അള്ളാഹുവിന്റെ അടിമയാണ്. ഏതർത്ഥത്തിൽ? അള്ളാഹുവാണ് അവരെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് അവർക്ക് ഉപജീവനം നൽകുന്നത്, അള്ളാഹുവാണ് അവരെ ജനിപ്പിച്ചത്, അള്ളാഹുവാണ് അവരെ മരിപ്പിക്കുന്നത് എന്ന അർത്ഥത്തിൽ. അതാണ് ഉബൂദിയത്തുൻ ആമ്മ. രണ്ടാമത്തേത് ഉബൂദിയത്തുൻ ഖാസ, പ്രത്യേകമായിട്ടുള്ള ഉബൂദിയത്ത്. അതായത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലൂടെ തൗഹീദുള്ള അടിമകൾ അള്ളാഹുവിന്റെ അടിമയാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർ എന്ന ആശയത്തിലുള്ള അടിമ. ഈ രണ്ട് രീതിയിലുണ്ടാവുക. ഇവിടെ തഇസ അബ്ദുദ് ദീനാർ, ദീനാറിന്റെ അടിമ, സമ്പത്തിന്റെ അടിമ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ സമ്പത്ത് അവനെ സൃഷ്ടിച്ചവനാവണം, സമ്പത്തായിരിക്കണം ഇവനെ സൃഷ്ടിച്ചത്, അങ്ങനെയാണോ? അല്ല. അല്ലെങ്കിൽ ഇവൻ സമ്പത്തിനെ ആരാധിച്ചിരിക്കണം, സമ്പത്താണ് ഇലാഹ്, സമ്പത്തിനോട് ദുആ ചെയ്യുന്ന, സമ്പത്തിനോട് സുജൂദ് ചെയ്യുന്ന, ദീനാറിനോടോ ദിർഹമിനോടോ അങ്ങനെ ഇബാദത്തുകൾ ചെയ്യുന്ന ആളായിരിക്കണം. അതുമല്ല. ഈ രണ്ട് രീതിയിലും അബ്ദായിട്ടില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് തഇസ അബ്ദുദ് ദീനാർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്? ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, ഫദല്ല ഹാദാ, ഇത് അറിയിക്കുന്നത്, ഈ കാര്യം, ഈ ഹദീസും അതുപോലെ മുൻപ് പറഞ്ഞ ഹവയെ ഇലാഹാക്കി എന്നുള്ള ആയത്തുകളെല്ലാം അറിയിക്കുന്നത്, ഫദല്ല ഹാദാ അലാ അന്ന കുല്ല മൻ അഹബ്ബ ശൈഅൻ വഅതാഅഹു, ആരെങ്കിലും അവൻ ഏറ്റവും ഇഷ്ടപ്പെടുകയും അവൻ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം, വകാന ഗായത ഖസ്ദിഹി വമത്ലൂബിഹി, അതാണ് അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യവും ഏറ്റവും വലിയ തേട്ടവും. ഒരു കാര്യത്തെ ഒരുവൻ എന്താക്കി? അവന്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാക്കി, അതിനോടുള്ള അനുസരണം അവനുണ്ട്, അത് അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാക്കി, അത് അവന്റെ തേട്ടമാക്കി. വവാലാ ലിഅജ്ലിഹി, അതിനുവേണ്ടി അവൻ ബാക്കിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. വആദാ ലിഅജ്ലിഹി, അതിന്റെ പേരിൽ ശത്രുത വെച്ച് വെക്കുന്നു. ഫഹുവ അബ്ദുഹു, അങ്ങനെ ഒരാൾ എന്തിനെങ്കിലും ഒരു കാര്യത്തെ ആക്കി കഴിഞ്ഞാൽ അവൻ അതിന്റെ അടിമയാണ്. ഒരാൾക്ക് സമ്പത്താണ് പ്രധാനപ്പെട്ട ചിന്ത എന്ന് വിചാരിക്കാം. ആ സമ്പത്താണ് അവന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ സമ്പത്തിന്റെ പേരിലാണ് അവൻ സ്നേഹം വെക്കുക. സമ്പത്തുള്ള ഒരാളോട് അവന് ഇഷ്ടമുണ്ടാവും. സമ്പത്തില്ലാത്തവന്റെ പേരിൽ ബന്ധം വിച്ഛേദിക്കും. അതാണ് അവന്റെ പ്രധാന ലക്ഷ്യം എന്ന് വെക്കുക. അല്ലെങ്കിൽ സമ്പത്തല്ലാതെ വേറെ എന്തെങ്കിലും ഒരു വസ്തുവോ വ്യക്തിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനമോ, ഇപ്പൊ ഭക്ഷണമാവട്ടെ, വാഹനമാവട്ടെ, വസ്ത്രമാവട്ടെ, എന്തെങ്കിലും ഒരു സാധനം, അതിന്റെ പേരിലാണ് അവന്റെ ലക്ഷ്യവും അവന്റെ സ്നേഹവും അവന്റെ വെറുപ്പും എല്ലാം എന്നുണ്ടെങ്കിൽ ഫഹു അബ്ദുഹു, അവൻ അതിന്റെ അടിമയാണ്, അവനതിന്റെ അടിമയാണ്. വദാലിക ശൈഉ, അങ്ങനെ ആ കാര്യം എന്താണോ മഅബൂദുഹു വ ഇലാഹുഹു, അത് അവന്റെ മഅബൂദുമാണ്, അവന്റെ ഇലാഹുമാണ്. ആ കാര്യം ഇപ്പൊ അബ്ദുദ് ദീനാർ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ പണം മാത്രമാണ് ലക്ഷ്യം, ദീനാർ മാത്രം, ദിർഹം മാത്രം, അതല്ലാതെ ഒരു ചിന്ത അവനില്ല. അതിന്റെ പേരിലാണ് ബന്ധം വെക്കുന്നത്, അതിന്റെ പേരിലാണ് ബന്ധം മുറിക്കുന്നത്. അങ്ങനെയാണ് അവൻ എന്നുണ്ടെങ്കിൽ ആ കാര്യം അവന്റെ മഅബൂദാണ്, അവന്റെ ഇലാഹാണ്. അതാണ് ഈ ആയത്തിന്റെയും ഹദീസിന്റെയും ആശയം. ഇതുകൊണ്ടാണ് ഉലമാക്കൾ വ്യഭിചാരത്തേക്കാൾ ഗൗരവമാണ് പ്രണയം എന്ന് പറയാനുള്ള കാരണം ഇഷ്ക് എന്നുള്ള ആ വിഷയത്തിൽ ഇഷ്കിനെ ശിർക്കായിട്ടാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണ്? അവൻ ആരോടാണോ, അവന്റെ മഅ്ശൂഖ് ആരോടാണോ അവൻ ഇഷ്ക് ബാധിച്ചിട്ടുള്ളത്, അതിന്റെ പേരിൽ അവൻ സ്നേഹം വെക്കും, അതിന്റെ പേരിൽ അവൻ ബന്ധം വിച്ഛേദിക്കും, അതവന്റെ ലക്ഷ്യമായി തീരും, അവൻ അതിനുവേണ്ടി എന്തും ചെയ്യുന്ന അവസ്ഥയിലെത്തും. അതുകൊണ്ട് അവൻ അതിന്റെ അടിമയായിട്ട് മാറും. അതവന്റെ ആരാണോ മഅ്ശൂഖ്, അതവന്റെ മഅബൂദും ഇലാഹുമായിട്ട് മാറും.
അപ്പോ ഇവിടെ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള പറയുന്ന ആ ആശയം എന്താണ് ഉദ്ദേശിക്കുന്നത്? ആരെയാണോ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ആരോടാണോ ഏറ്റവും, ആർക്ക് വേണ്ടിയാണോ നമ്മൾ സ്നേഹബന്ധം വെക്കുന്നത്, ബന്ധം മുറിക്കുന്നത്, അതായിരിക്കും നമ്മുടെ ഇലാഹ് എന്നുള്ള ആശയത്തിലേക്കാണ് ഈ ആയത്തുകളും ഹദീസുകളും വഴി കാണിക്കുന്നത്. ഇപ്പോ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ചർച്ചയിൽ എന്തിനാണ് ഈ വിഷയം പറയാനുള്ള കാരണം ഈ റിസാല ചർച്ച ചെയ്യുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അല്ലെങ്കിൽ തൗഹീദ്, അതിന്റെ ഏറ്റവും പരിപൂർണമായ അവസ്ഥ, ഒരു കളങ്കമില്ലാത്ത അമ്പിയാക്കൾക്കും റസൂലുകൾക്കും സിദ്ദീഖീങ്ങൾക്കും സാലിഹീങ്ങൾക്കുമുള്ള തൗഹീദാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഒരു അംശം പോലും ശിർക്കിന്റെ അംശമില്ലാത്ത, അതുപോലെ മഅസിയത്തുകളുടെ അംശമില്ലാത്ത, പൂർണ്ണമായ മഹബ്ബത്ത് അള്ളാഹുവിനോടുള്ള, പൂർണ്ണമായ സിദ്ഖ് അള്ളാഹുവിനോടുള്ള, ഒരു കളങ്കമില്ലാത്ത തൗഹീദ് എന്താണ്, എങ്ങനെയാണ് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ആ രീതിയിൽ പൂർത്തീകരിക്കുക എന്നതാണ് ഈ റിസാലയിൽ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇബ്നു റജബ് അൽ ഹംബലി ഈ കാര്യം പറയുന്നത്. കാരണം ഇബാദത്തുല്ലാഹ്, അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നൂനിയയിൽ പറഞ്ഞതുപോലെ വഇബാദത്തുർ റഹ്മാനി ഗായത്തു ഹുബ്ബിഹി മഅദുല്ലി ആബിദിഹി ഹുമാ ഖുത്ബാനി. ഇബാദത്തുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ അള്ളാഹുവിന് അങ്ങേയറ്റം താഴ്മ കാണിക്കുകയും ചെയ്യുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ വിഷയത്തിൽ ഒരാൾ ഇബാദത്ത് തെളിയിക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ അവൻ അനുസരിച്ചിരിക്കണം, അള്ളാഹുവിന്റെ വിരോധനങ്ങൾ അവൻ ഒഴിവാക്കിയിരിക്കണം. അത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടും അള്ളാഹുവിനോടുള്ള മഹത്വം കൊണ്ടും അതുപോലെ മറ്റ് പല അവസ്ഥയിലായിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത് ഒരു മർത്തബയിലുള്ള കാര്യമല്ല, അത് വ്യത്യസ്ത മർത്തബകളിൽ, ഉന്നതമായ ദറജകളിൽ പൂർത്തീകരിക്കേണ്ടതാണ്. അത് എത്രത്തോളമാണോ ശിർക്കിന്റെ അംശങ്ങൾ ഒഴിവാകുന്നത്, എത്രത്തോളമാണോ മഅസിയത്തിന്റെ അംശങ്ങൾ ഒഴിവാകുന്നത്, ശിർക്കുൻ അസ്ഗറും ശിർക്കുൻ ഖഫിയും മഅസിയത്തുകളും എല്ലാം ഒഴിവാകുന്നത്, അത്രത്തോളം ആ തൗഹീദിന്റെ, ആ ഇബാദത്തിന്റെ പൂർണ്ണതയിൽ ഒരാൾക്ക് എത്താൻ സാധിക്കും. അപ്പൊ അതാണ് ഇബ്നു റജബ് അൽ ഹംബലി ഈ നമ്മൾ വായിക്കുന്ന ഈ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വ്യക്തമായി കഴിഞ്ഞാൽ, ഇതൊരാൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് തുടർന്ന് പറയാണ് വയദുല്ലു അലൈഹി അയ്ദൻ, അതുപോലെ തന്നെ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിവ് പിടിക്കാവുന്ന ഒരു കാര്യമാണ് അന്നല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു സമ്മാ ത്വാഅത്ത ശൈത്താൻ, ഷൈത്താനിനെ അനുസരിക്കുക എന്നുള്ളത് അല്ലാഹു തആല പരാമർശിച്ചത് ഫി മഅസിയതിഹി, പാപങ്ങളിൽ, പാപം ചെയ്യുന്നതിൽ പിശാചിനെ അനുസരിക്കുക എന്നുള്ളത് അള്ളാഹു പരാമർശിച്ചിട്ടുള്ളത് ഇബാദത്തൻ ലിശൈത്താൻ, പിശാചിനെ ആരാധിക്കുന്നതിൽ തുല്യമാണ് എന്ന അർത്ഥത്തിലാണ്. പിശാചിനെ മഅസിയത്തുകൾ, ഷൈത്താനിനെ മഅസിയത്തുകൾ അനുസരിക്കുക എന്നുള്ളത് ഷൈത്താനിനെ ആരാധിക്കുന്ന പ്രവർത്തനമാണ് എന്ന ആശയത്തിലാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മനസ്സിലാക്കണം, ഇവിടെ മഅസിയത്ത് ചെയ്യുക എന്നുള്ളത് ഷൈത്താനുള്ള ആരാധനയാണെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അബ്ദുദ്ദീനാർ, അബ്ദുദ്ദിർഹം അല്ലെങ്കിൽ ഹവയെ ഇലാഹാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ആ ആശയത്തിലാണ്. എന്നിട്ട് പറയാണ് കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ സൂറത്ത് യാസീനിലെ 60-ാമത്തെ ആയത്തിൽ അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ധിക്കരിച്ച, അനുസരണക്കേട് കാണിച്ച, പാപങ്ങളിൽ മുഴുകിയ തെമ്മാടികളായി ജീവിച്ച ആളുകളോട് വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, മുജ്രിമീങ്ങളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ നീങ്ങിപ്പോവുക, നിങ്ങൾ ദൂരെ പോവുക, നരകത്തിലേക്ക് പോവുക എന്ന് പറയുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹു പറയുന്ന വാക്കാണ് അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ, കരാർ വാങ്ങിയതല്ലേ പിശാചിനെ ഇബാദത്ത് ചെയ്യരുത് എന്ന്. അതിലെല്ലാവരും പിശാചിനെ ഇബാദത്ത് ചെയ്തവരല്ല. പിശാചിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, വ്യക്തമായി മില്ലത്തിൽ നിന്ന് പുറത്താകുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന കുഫ്റും ഷിർക്കുമാകുന്ന ഇബാദത്ത്. അതിപ്പോ മലക്കിനെ ഇബാദത്ത് ചെയ്താലും, റസൂലിനെ ഇബാദത്ത് ചെയ്താലും, വലിയനെ ഇബാദത്ത് ചെയ്താലും, കല്ലിനെ ഇബാദത്ത് ചെയ്താലും, മരത്തെ ഇബാദത്ത് ചെയ്താലും, ജാറത്തെ ഇബാദത്ത് ചെയ്താലും, ഒരു മനുഷ്യനെ ഇബാദത്ത് ചെയ്താലും, എന്ത് വസ്തുവിനെ ഇബാദത്ത് ചെയ്താലും അത് ഇബാദത്ത് ശൈത്താനാണ്, ഇബാദത്ത് ലിശൈത്താനാണ്, പിശാചിനുള്ള ഇബാദത്താണ്.
അത് മില്ലത്തിൽ നിന്ന് പുറത്താകുന്നതാണ്. ഇവിടെ പറഞ്ഞത് മഅസിയത്തുകൾ, പാപങ്ങളിൽ അള്ളാഹുവിനുള്ള അനുസരണം ഒഴിവാക്കി ഒരു പാപം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് പിശാചിനുള്ള അനുസരണമാണ്. അത് പിശാചിനെ ഇബാദത്ത് ചെയ്യുന്നതിന് തുല്യമാണ് എന്ന ആശയത്തിലാണ് അള്ളാഹു ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് എന്നാണ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നത്. ഏതർത്ഥത്തിൽ? നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അബ്ദുദ്ദീനാർ അബ്ദുദ്ദിർഹം എന്നുള്ള അർത്ഥത്തിൽ. നമ്മൾ മനസ്സിലാക്കണം, അബ്ദുദ്ദീനാർ എന്ന് പറഞ്ഞാൽ പണത്തെ ഒരാൾ ആരാധിച്ചത് കൊണ്ടോ പണത്തിനോട് ദുആ ചെയ്തുകൊണ്ടോ പണത്തിനോട് സുജൂദ് ചെയ്തുകൊണ്ടല്ല, പക്ഷേ അത് അവന്റെ പ്രധാന ലക്ഷ്യമായതുകൊണ്ടാണ്. ഇവിടെ അള്ളാഹുവിനോടുള്ള അനുസരണത്തെക്കാൾ പിശാചിനുള്ള അനുസരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ രീതിയിൽ പിശാചിനുള്ള ഇബാദത്തായിട്ട് അള്ളാഹു തആല പരാമർശിച്ചിട്ടുള്ളത്. ഇനി വ്യക്തമായി ഏതൊരു ശിർക്കും ഏതൊരു കുഫറും പിശാചിനുള്ള ഇബാദത്താണ്. ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് തുടർന്ന് പറയാണ്, വഖാല ഹാകിയൻ അൻ ഖലീലിഹി ഇബ്രാഹിം അലൈഹിസ്സലാം അന്നഹു ഖാല ലി അബീഹി, ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ഉപ്പയോട് പറഞ്ഞതുപോലെ, യാ അബതി ലാ തഅബുദി ശൈത്താൻ ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ, എന്റെ ഉപ്പ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്, ശൈത്താനെ ആരാധിക്കരുത്. യഥാർത്ഥത്തിലുള്ള പിശാചിന് ആരാധന ഉണ്ടായിട്ടല്ല, വിഗ്രഹങ്ങളെയും മറ്റും ആരാധിക്കുന്നത് തന്നെ, നക്ഷത്രങ്ങളെയും മറ്റും ആരാധിക്കുന്നത് തന്നെ പിശാചിനുള്ള ആരാധനയാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു. അപ്പോ പിശാചിനെ പാപങ്ങളുടെ വിഷയത്തിൽ അനുസരിക്കുക, അഥവാ അള്ളാഹു വിരോധിച്ചൊരു കാര്യം പിശാചിനെ പാപങ്ങളുടെ വിഷയത്തിൽ അനുസരിക്കുക എന്നുള്ളത് പിശാചിനുള്ള ഒരു തരത്തിലുള്ള ഇബാദത്തായിട്ടാണ് അള്ളാഹു തആല പരാമർശിച്ചത്, നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ആശയം പോലെ. വ്യക്തമായി മനസ്സിലാക്കണം. അല്ലാതെ എല്ലാ പാപവും, ഒരു പാപം ചെയ്താൽ അവൻ കാഫിറായി മുശ്രിക്കായി എന്ന അർത്ഥത്തിലല്ല ഇത് പറയുന്നത്. തൗഹീദിന്റെയും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെയും ഏറ്റവും ഉന്നതമായ പദവി മനസ്സിലാക്കി തരാനാണ് ഈ ആശയത്തെ ഇവിടെ പറയുന്നത്. ആ ഉന്നതമായ പദവിയിൽ എത്തണമെങ്കിൽ ചെറിയ പാപം പോലും, ചെറിയ പാപങ്ങളെ പോലും ഗൗരവമായി കാണുന്ന അവസ്ഥയിൽ ഒരടിമയെത്തും. അപ്പൊ ആ ചെറിയ പാപത്തെ പോലും ഈ തരത്തിൽ പിശാചിനുള്ള ആരാധനയായിട്ട് അള്ളാഹു തആല പരാമർശിച്ച, അല്ലെങ്കിൽ ഒരാളുടെ ലക്ഷ്യം അള്ളാഹു അല്ലാതെ മറ്റെന്തെങ്കിലും വസ്തുവോ മറ്റോ ആയാൽ തന്നെ അതിന്റെ ഗൗരവത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഖുർആനിൽ തന്നെ മറ്റൊരു ആയത്ത് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്ത്, അതിൽ പറയാണ്, ഖുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറതുകും വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ വ മസാകിൻ തർദൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി എന്ന് തുടങ്ങുന്ന ആയത്തിൽ ഇവിടെ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ഇഷ്ടത്തിനേക്കാൾ 8 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. പിതാക്കന്മാരെ പറഞ്ഞു, മക്കളെ പറഞ്ഞു, സഹോദരന്മാരെ, ഭാര്യമാരെ, കുടുംബക്കാരെ, സമ്പത്തിനെ, കച്ചവടത്തിനെ, ഭവനത്തെ, അങ്ങനെ 8 കാര്യങ്ങളെ പറഞ്ഞു. ഈ കാര്യങ്ങളോടുള്ള ഇഷ്ടമാണ് അള്ളാഹുവിനോടും റസൂലിനേക്കാളും കൂടുതൽ എങ്കിൽ തറബ്ബസു, നിങ്ങൾ കാത്തിരുന്നോളി, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് എന്നാ പറഞ്ഞത്. ഇവിടെ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറയുന്നുണ്ട്, ഈ 8 കാര്യങ്ങൾ അതിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ, അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും പ്രാധാന്യവും ഗൗരവവും ഈ 8 കാര്യങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതവനെ കുഫറിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പൊ ഈ തരത്തിൽ പിശാചിനെ പാപങ്ങളിൽ അനുസരിക്കുക, ശൈത്താനുള്ള അനുസരണം എന്നുള്ളത് ഈ അർത്ഥത്തിൽ ശൈത്താനുള്ള ഇബാദത്തായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൂർണ്ണതയെ, തൗഹീദിന്റെ പൂർണ്ണതയെ, ഉബൂദിയത്തിന്റെ പൂർണ്ണതയെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു കാരണമാണ് ഈ തരത്തിൽ പിശാചിനുള്ള അനുസരണം എന്ന് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്. ഫമൻ ലം യുഹഖിഖ് ഉബൂദിയത്തർ റഹ്മാൻ, ആരാണോ വതഅതഹു, അള്ളാഹുവിനോടുള്ള, റഹ്മാനായ അള്ളാഹുവിനോടുള്ള ഉബൂദിയത്ത് സാക്ഷാത്കരിക്കാത്തത്, അതുപോലെ അവനുള്ള അനുസരണം സാക്ഷാത്കരിക്കാത്തത്. തഹ്ഖീഖ് എന്ന് പറയുന്നുണ്ട് പ്രത്യേകം. അതായത് അള്ളാഹുവിനോടുള്ള ഉബൂദിയത്തും അനുസരണവും അതിന്റെ പരിപൂർണമായ അവസ്ഥയിൽ ആരാണോ സാക്ഷാത്കരിക്കാത്തത്, ഫഇന്നഹു യഅബുദു ശൈത്താന ബിതാഅതിഹി ലഹു, അവൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് പിശാചിനെ അനുസരിച്ചുകൊണ്ട് അവനോടുള്ള ഇബാദത്താണ് ചെയ്യുന്നത്. പിശാചിനുള്ള അനുസരണത്തിലുള്ള ഇബാദത്താണ് ചെയ്യുന്നത്. കാരണം ഉബൂദിയത്തിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ അനുസരണം ഉണ്ടായിരിക്കണം. അപ്പൊ അള്ളാഹുവിനെ ഒരാൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിനെ പരിപൂർണമായി അനുസരിച്ചിരിക്കണം.
അപ്പൊ ചില വിഷയങ്ങളിൽ അവൻ പിശാചിനെ അനുസരിച്ചുകൊണ്ട് പാപം ചെയ്യുകയാണെങ്കിൽ ആ വിഷയത്തിൽ അനുസരണത്തിന്റെ ഇബാദത്താണ് പിശാചിനോട് അവൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, വലം യഖ്ലുസ് മിൻ ഇബാദത്തി ശൈത്താൻ ഇല്ലാ മൻ അഖ്ലസ ഉബൂദിയത്ത റഹ്മാൻ. ഷെയ്ത്താനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് അഥവാ ഷെയ്ത്താനെ അനുസരിക്കുന്നതിൽ നിന്ന്, ആ അർത്ഥത്തിലാണ് ഇവിടെ ഇബാദത്ത് പറയുന്നത്. ആരാണോ പൂർണ്ണമായി മോചനം ലഭിക്കാത്തത്, പൂർണ്ണമായി അതിൽ നിന്ന് ഒഴിവാകാത്തത്, അവൻ ഒരിക്കലും എന്താകുന്നില്ല, റഹ്മാനായ റബ്ബായ അള്ളാഹുവിന്റെ ഉബൂദിയത്തിൽ ഇഖ്ലാസ് ഉള്ളവനാകുന്നില്ല. പിശാചിനുള്ള അനുസരണത്തിൽ നിന്ന് പൂർണ്ണമായി ഒരാൾ ഒഴിവാകാതെ റഹ്മാനായ അള്ളാഹുവിനോട് പൂർണ്ണമായ ഇഖ്ലാസ് ഉള്ളവനായിട്ട് അവൻ മാറുന്നില്ല എന്നൊരു പറയാണ്. വഹുമുല്ലദീന ഖാലല്ലാഹു ഫീഹിം, അവരെ പറ്റിയാണ്, അഥവാ ഇഖ്ലാസ് പൂർണ്ണത കൈവരിച്ചവരെ പറ്റിയാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, തീർച്ചയായും എന്റെ അടിമകളുടെ മേലെ. ഇവിടെ ഇബാദി എന്ന് പറഞ്ഞാൽ ഇഖ്ലാസുള്ള അടിമകളെ പറ്റിയിട്ടാണ്. അവരുടെ മേലെ പിശാചിനോട് ശൈത്താനോട് പറയാം, നിനക്ക് യാതൊരുവിധ അധികാരവുമില്ല, യാതൊരുവിധ അധികാരവും എന്റെ അടിമകളുടെ മേലെയില്ല. ഏതു തരത്തിലുള്ള അടിമകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇഖ്ലാസ് പൂർത്തീകരിച്ച അടിമകളെയാണ് ഈ വാചകത്തിൽ ഉദ്ദേശിക്കുന്നത്. കാരണം ഇബ്ലീസിനെ അഥവാ ശൈത്താനെ പുറത്താക്കുന്ന സന്ദർഭത്തിൽ, സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ആകാശ ലോകത്ത് നിന്ന് പുറത്താക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്ലീസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ, നിന്റെ പ്രതാപം തന്നെയാണ് ഞാൻ മനുഷ്യരെ എല്ലാവരെയും പഴപ്പിക്കും. എന്നിട്ട് പറഞ്ഞു, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നിന്റെ അടിമകളിൽ മുഖ്ലസീങ്ങളായ, മുഖ്ലസ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്നാണ്. അതുപോലെ ചില ഖിറാഅത്തിൽ മുഖ്ലിസീൻ എന്ന് കാണാം. ഇഖ്ലാസ് പൂർത്തീകരിച്ച അടിമകൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ഞാൻ പിഴപ്പിക്കും എന്ന് ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ട്. ഈ ഇഖ്ലാസ് സാക്ഷാത്കരിക്കുന്നവരാരാണ്? അവരെ പറ്റിയാണ് ഈ പറഞ്ഞത്. പിശാചിനുള്ള അനുസരണം ഒട്ടുമില്ലാത്ത ആളുകൾ, അഥവാ നബിമാരും സുദ്ദീഖീങ്ങളും സാലിഹീങ്ങളും പൂർത്തീകരിച്ച ആ ഇഖ്ലാസിനെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പൊ നമ്മൾ പാപങ്ങളിൽ വീഴുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പാപങ്ങളിൽ തുടർന്നു പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇഖ്ലാസിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കാത്ത രീതിയിൽ വീഴ്ച സംഭവിക്കുന്നുണ്ട് എന്നാണ്. ഇതിനർത്ഥം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഈ എന്തെങ്കിലും പാപം ചെയ്യുന്നവരെല്ലാം മുശ്രിക്കീങ്ങളാണ്, എല്ലാം കാഫിരീങ്ങളാണ് എന്ന അർത്ഥമല്ല പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള കലിമത്തിന്റെ മുഖ്തള, അതുകൊണ്ട് നേടിയെടുക്കേണ്ട ഉന്നതമായ സ്ഥാനമായിട്ടുള്ള അതിന്റെ പരിപൂർണതയിൽ എത്തിച്ചേരുന്നിടത്ത് വീഴ്ചകൾ നമുക്ക് സംഭവിക്കുന്നത് കൊണ്ടാണ് പിശാചിന്റെ അനുസരണം നമ്മൾക്ക് സംഭവിക്കുന്നത്, നമ്മളിൽ സംഭവിച്ചു പോകുന്നത്, പാപങ്ങൾ സംഭവിക്കുന്നത് എന്ന് ഇബ്ൻ റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അവിടെ പറയാണ്. അപ്പൊ ഒരാൾക്ക് തൗഹീദ് സാക്ഷാത്കരിക്കണമെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷാത്കരിക്കണമെങ്കിൽ പാപങ്ങളിൽ നിന്ന് അവൻ ഒഴിവായിരിക്കണം, പാപങ്ങളിൽ നിന്ന് ഒഴിവായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന വിഷയത്തിൽ പിശാചിന് അനുസരണം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് പറയാണ്, ഫഹുമുല്ലദീന ഹഖഖു ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഖ്ലസൂ ഫീ ഖൗലിഹാ, ഇക്കൂട്ടരാണ് ഇങ്ങനെ അതിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ആവശ്യമായ രീതിയിൽ പിശാചിനെ അനുസരിക്കുന്നതിൽ നിന്ന് പൂർണ്ണമായി ഒഴിവായിക്കൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പിടിച്ചു നിർത്തുന്ന ആളുകൾ. അവരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ തഹ്ഖീഖ് ചെയ്തവർ, അവരാണ് ആ കലിമത്തിൽ ഇഖ്ലാസ് സാക്ഷാത്കരിച്ചവർ. വസദ്ദഖൂ ഖൗലഹും ബിഫിഅലിഹിം, അവര് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിനെ, ഞാൻ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നത്, സ്നേഹത്തിന്റെ വിഷയത്തിൽ, ഭയപ്പെടുന്ന വിഷയത്തിൽ, പ്രതീക്ഷയുടെ വിഷയത്തിൽ, മഹത്വം നൽകുന്ന വിഷയത്തിൽ, ദുആഇന്റെ വിഷയത്തിൽ, എല്ലാ വിഷയത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രവർത്തനം കൊണ്ട് ആ വാക്കിനെ സത്യപ്പെടുത്തുന്നവർ ഈ കൂട്ടരാണ്. അഥവാ പാപങ്ങളിൽ നിന്നും ഒഴിവായി ആ കലിമത്തിനെ കാത്തു സംരക്ഷിക്കുന്നവർ. ഫലം യൽതഫിതു ഇലാ ഗൈരില്ലാഹ്, അവർ അള്ളാഹുവിലേക്കല്ലാതെ മറ്റൊന്നിലേക്കും തിരിയില്ല, അള്ളാഹുവിലേക്കല്ലാതെ മറ്റൊന്നിലേക്കും തിരിയില്ല. മഹബ്ബത്തൻ, അത് സ്നേഹം കൊണ്ടാവട്ടെ, വറജാഅൻ, പ്രതീക്ഷ കൊണ്ടാവട്ടെ, വഖശിയത്തൻ, ഭയം കൊണ്ടാവട്ടെ, വത്വാഅത്തൻ, അനുസരണം കൊണ്ടാവട്ടെ, വതവക്കുലൻ, ബരമേൽപ്പിൽ കൊണ്ടാവട്ടെ, ഒന്നുകൊണ്ടുമില്ല.
വഹുമുൽ ലദീന സ്വദഖൂ ഫീ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹും ഇബാദുല്ലാഹി ഹഖ്ഖൻ. ആരാണോ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൽ ഈ പറഞ്ഞ രീതിയിൽ സത്യസന്ധത കാണിക്കുന്നത്, സിദ്ഖ് കാണിക്കുന്നത്, അവരാണ് യഥാർത്ഥ രൂപത്തിൽ പരിപൂർണ നേടിയ തൗഹീദ് സാക്ഷാത്കരിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തീകരിച്ച അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ദറജ, ഈ ഒരു സ്ഥാനം, ഈ ഒരു മർത്തബ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ഗൗരവത്തിൽ മനസ്സിലാക്കണം. അത് റസൂലുകളുടെയും നബിമാരുടെയും സിദ്ദീഖീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും ദർജയാണ്. അവരാണ് ഏറ്റവും അധികം അള്ളാഹുവിനെ പരിപൂർണമായി ആരാധിച്ചിട്ടുള്ള അടിമകൾ. അള്ളാഹു അവരെ അബ്ദ് എന്നുള്ള പദം വിളിക്കുമ്പോൾ, അള്ളാഹു ഇപ്പൊ ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടിമ എന്ന് പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള നബിമാരെ അടിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ വന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹി യദ്ഉ, അള്ളാഹുവിന്റെ അടിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചിട്ടാണ്. അതുപോലെ തന്നെ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, അടിമയെ കൊണ്ട് രാപ്രയാണം നടത്തിയവൻ എന്ന ആശയത്തിൽ അബ്ദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അബ്ദ് എന്താണ്? ഈ പറഞ്ഞതുപോലെ തൗഹീദിനെ പൂർത്തീകരിച്ച അബ്ദ് എന്നുള്ള സ്ഥാനത്തെ മഹത്തരമായി സാക്ഷാത്കരിച്ച അടിമകളാണ്. അവരുടെ കൽബിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തേക്കാൾ അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം പോലെ മറ്റൊരു ഇഷ്ടവും അവരുടെ കൽബിൽ പ്രവേശിക്കുന്നില്ല. അല്ലെങ്കിൽ അള്ളാഹുവിന് പ്രതീക്ഷ വെക്കുന്നത് പോലെ മറ്റൊരു പ്രതീക്ഷയും അവരുടെ ഉള്ളിൽ കയറുന്നില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ മറ്റൊരു ഭയവും അവരുടെ ഉള്ളിൽ കയറുന്നില്ല. അങ്ങനെ തൗഹീദ് സാക്ഷാത്കരിച്ച ഉന്നതമായ ദർജയിലുള്ള ആളുകളുടെ ആ പൂർത്തീകരണത്തെ പറ്റിയാണ് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഫഅമ്മാ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിലിസാനിഹി, ഇനി ഒരാൾ അവന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാണ്, നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാണ്, ثم أطاع الشيطان وهواه في معصية الله, എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവൻ പിശാചിനെയും ശൈത്താനിനെയും അവന്റെ ദേഹേച്ഛകളെയും അള്ളാഹുവിന് പാപം ചെയ്യുന്ന വിഷയങ്ങളിൽ അനുസരിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ പറഞ്ഞു ഹവയെ അള്ളാഹു ഇലാഹി എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒരാൾ പ്രധാനമായ ഒരു അവന്റെ ചിന്തയും ലക്ഷ്യവുമായി എന്തെങ്കിലും ഒരു കാര്യത്തെ വെച്ചാൽ അതിനെ ഇലാഹാക്കിയവൻ എന്ന ആശയത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിശാചിനുള്ള അനുസരണം പിശാചിനുള്ള ഇബാദത്താണ് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറയാണ് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, പക്ഷെ അവൻ പിശാചിനെ അനുസരിക്കുന്നു, അവന്റെ ദേഹേച്ഛയെ അനുസരിക്കുന്നു, അള്ളാഹുവിനുള്ള മഅസിയത്തുകളിൽ പാപം ചെയ്യുന്നതിൽ അങ്ങനെ ഒരാൾക്ക് സംഭവിക്കുന്നതെങ്കിൽ അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരായിട്ടുള്ള വിഷയങ്ങളിൽ അവൻ മുഴുകുന്നുണ്ട് എങ്കിൽ അവൻ പറഞ്ഞ വാക്കിനെ അവന്റെ പ്രവർത്തനം കളവാക്കിയിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണത ഒരാൾക്ക് നേടണമെങ്കിൽ അവൻ അത് പരിപൂർണനാണ് എന്നവൻ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഈ തരത്തിൽ പിശാചിനെയും ദേഹേച്ഛയും അനുസരിക്കുന്ന ഒരുവനായിട്ടാണ് അവൻ മാറുന്നത് എങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിനെ അവന്റെ പ്രവർത്തനം കളവാക്കുന്നു, അവന്റെ പ്രവർത്തനം കളവാക്കുന്നു. എന്നിട്ട് പറയാണ് വനഖസ മിൻ കമാലി തൗഹീദിഹി ബിഖദ്രി മഅസിയത്തില്ലാഹി ഫീ ത്വാഅത്തി ശൈത്താനി വൽ ഹവാ, അവന്റെ തൗഹീദിന്റെ പൂർണ്ണതയിൽ പിശാചിനും ഹവക്കുമുള്ള അനുസരണത്തിന്റെ തോതനുസരിച്ച് കുറവ് സംഭവിച്ചിട്ടുണ്ട്. അവന്റെ തൗഹീദിന്റെ പൂർണ്ണതയിൽ അവന്റെ പാപങ്ങൾ കാരണത്താൽ അഥവാ പിശാചിനും അവന്റെ ദേഹേച്ഛക്കുമുള്ള അനുസരണം കാരണത്താൽ അവന്റെ തൗഹീദിന്റെ പൂർണ്ണതയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് ആയത്ത് കൊടുക്കുകയാണ് സൂറത്തുൽ ഖസസിലെ 50-ാമത്തെ ആയത്ത്, വമൻ അവല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള മാർഗനിർദ്ദേശനമില്ലാതെ സ്വന്തം ഇച്ഛയെ പിൻപറ്റിയവനേക്കാൾ വഴിപിഴച്ചവൻ ആരാണുള്ളത്? സൂറത്തു സ്വാദിലെ 26-ാമത്തെ ആയത്ത്, വലാ തത്തബിൽ ഹവ ഫയുദില്ലക അൻ സബീലില്ലാഹ്, നീ നിന്റെ ദേഹേച്ഛയെ പിൻപറ്റുന്നവനാകരുത്, അങ്ങനെ പിൻപറ്റിയാൽ നിന്നെ നേരായ മാർഗത്തിൽ നിന്ന് അത് പിഴപ്പിച്ചു കളയുന്നതാണ്. യഥാർത്ഥത്തിൽ മഅസിയത്തുകൾ, പാപങ്ങൾ തൗഹീദിന്റെ പരിപൂർണതയെ നമ്മളിൽ തടയും. ഒരാൾ പാപങ്ങളിൽ വീണു പോകുന്നുണ്ട് എങ്കിൽ, പാപങ്ങളിൽ മുഴുകുന്നുണ്ട് എങ്കിൽ അവന്റെ പാപത്തിന്റെ തോതും അളവും അനുസരിച്ച് അവന്റെ തൗഹീദിന്റെ പൂർണ്ണതയിൽ കുറവ് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷാത്കരിച്ചവനാകുന്നില്ല, തൗഹീദ് പൂർത്തീകരിച്ചവനാകുന്നില്ല. എന്നിട്ട് പറയാണ് ഇബ്നു റജബ് ഹംബലി, ഫയാ ഹാദാ, നമ്മൾ ഇത് വായിക്കുന്ന ഓരോരുത്തരെയും ഉദ്ദേശിച്ച് പറയാണ്. അതുകൊണ്ട് മനുഷ്യ എന്ന അർത്ഥത്തിൽ നീ മനസ്സിലാക്കണം, കുൻ അബ്ദല്ലാഹ് ലാ അബ്ദൽ ഹവാ, നീ അതുകൊണ്ട് അള്ളാഹുവിന്റെ അടിമയാവുക, നിന്റെ ഇച്ഛയുടെ അടിമയായിട്ട് നീ മാറരുത്.
നീ അള്ളാഹുവിന്റെ അടിമയാവുക, നിന്റെ ഇച്ഛയുടെ അടിമയായിട്ട് നീ മാറരുത്. ഫഇന്നൽ ഹവാ യഹ്വി ബിസ്വാഹിബിഹി ഫിന്നാർ. തീർച്ച ഒരുത്തൻ അവന്റെ ഇച്ഛയെ പിൻപറ്റുന്നവനാണെങ്കിൽ ആ ഇച്ഛ അവനെ നരകത്തിലേക്ക് വലിച്ചിടുന്നതാണ്. എന്നിട്ട് ആയത്ത് കൊടുക്കുകയാണ് സൂറത്ത് യൂസുഫിലെ അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. വ്യത്യസ്തമായിട്ടുള്ള റബ്ബുകൾ, ഇവിടെ ആശയം ഇലാഹുകൾ, അതാണോ ഉത്തമം? അതല്ല, ഏകനും സർവാധിപനുമായിട്ടുള്ള അള്ളാഹുവാണോ ഉത്തമനായിട്ടുള്ളവൻ? അഥവാ അള്ളാഹു മാത്രമാണ് നമ്മുടെ ഇലാഹ്. അനുസരിക്കപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ്, പിശാചിനെയോ ദേഹേച്ഛയോ അല്ല എന്ന് അറിയിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ആ ഹദീസ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, തഅഇസ അബ്ദുദ് ദിർഹം തഅഇസ അബ്ദുദ് ദീനാർ. ദിർഹമിന്റെയും ദീനാറിന്റെയും അടിമ നശിക്കട്ടെ. അഥവാ ഈ ഹദീസിനെ വിശദീകരിച്ച് സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറുൽ ഖുർആനിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരാൾ പ്രധാനമായ ലക്ഷ്യമാക്കിയിട്ട് അത് അവന്റെ ഭാര്യയെ വെച്ചാലും സമ്പത്ത് വെച്ചാലും കച്ചവടം വെച്ചാലും അവന്റെ വാഹനം വെച്ചാലും വസ്ത്രം വെച്ചാലും ഭക്ഷണം വെച്ചാലും എന്ത് കാര്യം അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം, അതിനു വേണ്ടിയിട്ടാണ് അവൻ ജീവിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് അവൻ സ്നേഹബന്ധം വെച്ച് പുലർത്തുന്നത്, അതിനു വേണ്ടിയിട്ടാണ് അവൻ ബന്ധം വിച്ഛേദിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ അവൻ അതിന്റെ അടിമയാണ്, അവന്റെ ഇലാഹാണത് എന്ന് ഈ ആശയത്തിൽ നമ്മൾ ഗൗരവത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു റിസാലയിലെ തൗഹീദ്, കിതാബു തൗഹീദ് എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ അംശം പോലും അറിയാത്ത സാധാരണക്കാരായിട്ടുള്ള തൗഹീദിന്റെ ഒന്നാം പാഠം പഠിപ്പിക്കുന്ന ഒരു കിതാബാണ്. കലിമത്തുൽ ഇഖ്ലാസ് എന്നുള്ളത് തൗഹീദിന്റെ ഏറ്റവും പൂർണ്ണമായ നിലവാരം എന്താണെന്ന് പഠിപ്പിക്കുന്ന റിസാലയാണ്. അതുകൊണ്ട് ഈ റിസാല തൗഹീദിന്റെ ആളുകളായ, തൗഹീദ് മനസ്സിലാക്കിയിട്ടുണ്ട്, തൗഹീദ് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാണ് എന്ന് പറയുന്ന മുവഹിദീങ്ങൾക്ക്, തൗഹീദിന്റെ ആളുകൾക്കുള്ളതാണ്. കിതാബു തൗഹീദ് ഒരു സാധാരണക്കാരന് ശിർക്കിൽ മുഴുകിക്കിടക്കുന്ന, അല്ലെങ്കിൽ ശിർക്കും തൗഹീദും വേർതിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു സാധാരണക്കാരന് പറഞ്ഞു കൊടുക്കേണ്ട കിതാബാണ് കിതാബു തൗഹീദ്. എന്നാൽ ഈ റിസാലയിലെ ചർച്ച തന്നെ പൂർണ്ണതയാണ്, തഹ്ഖീഖാണ്, കമാലാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വേണം ഇതിനെ മനസ്സിലാക്കാൻ. അപ്പോ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ആ ആയത്തിനെയും ഹദീസിനെയും വീണ്ടും കൊണ്ടുവന്ന് ഈ ആശയത്തിൽ ഏതൊരു മഅസിയത്തിലേക്ക് നീ പോകുമ്പോഴും അള്ളാഹുവിനെ പോലെ ഒരു ഇഷ്ടം നിന്റെ ഉള്ളിൽ എന്തിനെങ്കിലും ഒരു വസ്തുവിനോട് വന്നു കഴിഞ്ഞാൽ, അത് സ്വന്തം മക്കളോടാണെങ്കിലും, അത് പരിധി വിട്ടു കഴിഞ്ഞാൽ അത് അപകടമാണ്. അത് നിന്നെ അതിന്റെ അടിമയാക്കുന്ന, അത് നിന്റെ ഇലാഹാകുന്ന അവസ്ഥയിൽ നിന്നെ എത്തിക്കും എന്ന് ഈ ഹദീസ് ആശയം പഠിപ്പിക്കുന്നു എന്ന് അദ്ദേഹം എന്നിട്ട് പറയാണ്, വല്ലാഹി അല്ലാഹുവാണ്, മാ യൻജു ഗദൻ മിൻ അദാബില്ലാഹ് ഇല്ലാ മൻ ഹഖഖ ഉബൂദിയത്തല്ലാഹി വഹ്ദ. അല്ലാഹുവാണ് നാളെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിനോടുള്ള ഉബൂദിയത്ത് പൂർണ്ണമായി തെളിയിച്ചവനെ വിജയിക്കുകയുള്ളൂ, രക്ഷപ്പെടുകയുള്ളൂ. വലം യൽതഫിത് മഅഹു ഇലാ ശൈഇൻ മിനൽ അഗ്യാർ. അള്ളാഹു അല്ലാതെ മറ്റൊന്നിലേക്കും അവന്റെ ഇഷ്ടത്തെ തിരിക്കാത്തവൻ. കാരണം ഹുബ്ബ് എന്നുള്ളത് തൗഹീദിന്റെ അടിസ്ഥാനമാണ്. ഒരാൾ തൗഹീദ് ഉള്ളവനാകുന്നത് അവൻ അള്ളാഹുവിനെ പോലെ മറ്റൊന്നിനെയും സ്നേഹിക്കാതിരിക്കുമ്പോഴാണ്. ഒരാൾ തൗഹീദ് പൂർത്തീകരിക്കുന്നത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണത്താൽ മറ്റെന്ത് ഇഷ്ടവും അവൻ ത്യജിക്കുമ്പോഴാണ്. ഒരാൾ തൗഹീദ് ഉള്ളവനാകുന്നത് അള്ളാഹുവിനെ പോലെ അവൻ വേറൊന്നിനെയും ഇഷ്ടപ്പെടൂല, അവൻ അള്ളാഹുവിനെ പോലെ വേറൊന്നിനെയും സ്നേഹിക്കൂല. അതാണ് തുടക്കം. പൂർത്തിയാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണത്താൽ അവന്റെ വേറൊരു ഏതിഷ്ടം അവൻ ഒഴിവാക്കും. ഒരു പാപത്തിനോടുള്ള ഇഷ്ടം, അവന്റെ വേറെ ഏതെങ്കിലും താല്പര്യങ്ങൾ, അത് ഒഴിവാക്കാൻ അവൻ തയ്യാറാകും. അപ്പൊ ഇവിടെ പറയുന്നത് അള്ളാഹുവിന് പുറമെ മറ്റൊന്നിനെ ഇഷ്ടപ്പെടാതെ, അതിലേക്ക് നീ തിരിഞ്ഞു പോകാതെ നീ നിന്റെ തൗഹീദിനെ പിടിച്ചു നിർത്തുക. അതാണ് വിചാരണയോ ശിക്ഷയോ ഒന്നുമില്ലാതെ പരലോകത്ത് നിനക്ക് ഏറ്റവും രക്ഷയേകുന്ന കാര്യം. മൻ അലിമ അന്ന ഇലാഹഹു വ മഅബൂദഹു ഫർദുൻ. ആരാണോ മനസ്സിലാക്കുന്നത് അവന്റെ ഇലാഹ്, അവന്റെ മഅബൂദ് അത് ഏകനാണ് എന്ന്, ഫൽയുഫ്രിദ്ഹു ബിൽ ഉബൂദിയ്യ. അവനെ മാത്രം ഉബൂദിയത്തിൽ ഏകനാക്കുക. അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് മനസ്സിലാക്കിയ ഒരുത്തൻ ഉബൂദിയത്തിൽ അവനെ മാത്രം ഏകനാക്കുക. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. ഒന്നിനെയും, ഒരു വസ്തുവിനെയും ഒന്നിനെയും അള്ളാഹുവിനുള്ള ഇബാദത്തിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ആശയമൊക്കെ നമുക്ക് ഓർമ്മ വരണം, ആ ആശയത്തിൽ ഒന്നും ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാത്ത അവസ്ഥയിൽ അവനെ ആരാധിക്കുക. ഇതാണ് ഉന്നതമായൊരു തൗഹീദിന്റെ അവസ്ഥ. എന്തിന് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, കാന ബഅദുൽ ആരിഫീൻ, അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും അതിയായി അറിയുന്ന
അള്ളാഹുവിനെ കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകളിൽപ്പെട്ട സലഫുകളിൽപ്പെട്ട ഒരു വ്യക്തി ഒരിക്കൽ പറഞ്ഞു, യതകല്ലമു അലാ അസ്ഹാബിഹി, അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആളുകളോട് സംസാരിക്കാൻ, അള്ളാഹുവിനെ പറ്റി സംസാരിക്കാൻ, അലാ റഅസി ജബലിൻ, ഒരു കുന്നിന്റെ മുകളിൽ, ഒരു പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് അള്ളാഹുവിനെ പറ്റി സംസാരിക്കാൻ. ഫഖാല ഫീ കലാമിഹി, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പറഞ്ഞു, ലാ യനാലു അഹദുൻ മുറാദഹു ഹത്താ യൻഫരിദ ഫർദൻ ബിഫർദിൻ, ഒരാളും അവന്റെ ലക്ഷ്യം നേടുകയില്ല, അവന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുകയില്ല ഏകനായവനെ എല്ലാത്തിലും ഏകനാക്കാതെ. അഥവാ ഒറ്റയായവനെ, വാഹിദ് എന്നുള്ള അർത്ഥത്തിലാണ്, അഹദ് എന്നുള്ള അർത്ഥത്തിലാണ് ഫർദ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏകനായവനെ, ഒറ്റയായവനെ എല്ലാത്തിലും ഒറ്റയാക്കാതെ, എല്ലാ രീതിയിലും, സ്നേഹത്തിലും പ്രതീക്ഷയിലും ഭയത്തിലുമെല്ലാം ഏകനാക്കാതെ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ഗാംഭീര്യത്താൽ, അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് ഗാംഭീര്യത്താൽ അദ്ദേഹം വിറകൊള്ളാൻ തുടങ്ങി. ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ആ പാറക്കെട്ടെങ്ങാനും തകർന്നു പോകുമോ എന്ന രീതിയിൽ പേടിച്ചുപോയി. അദ്ദേഹം അള്ളാഹുവിനെ കുറിച്ചുള്ള ഗാംഭീര്യത്താൽ വിറച്ചുപോയി. കുറച്ചു നേരം ആ അവസ്ഥയിൽ തുടർന്നു. അങ്ങനെ അദ്ദേഹം ആ അവസ്ഥയിൽ നിന്നൊന്നു പഴയ പോലെ ആയപ്പോൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന പോലെ ഭയപ്പാട് നിറഞ്ഞൊരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. കാരണം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാ വിഷയത്തിലും. ഇപ്പോൾ സ്നേഹത്തിന്റെ വിഷയത്തിലും പ്രതീക്ഷയുടെ വിഷയത്തിലും ഭയത്തിന്റെ വിഷയത്തിലും. ഇതാണ് തൗഹീദിന്റെ ഇബാദത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ആ അർക്കാനുകൾ. അപ്പൊ അതിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്നുള്ളത് അത്ര ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമായതുകൊണ്ട് അവിടെ അദ്ദേഹം ആ രീതിയിൽ പേടിച്ചു ഉറച്ചു പോയത്. അപ്പോ ഈ ആശയത്തെ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയാണ് നമുക്ക് തൗഹീദ് സാക്ഷാത്കരിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണതയിൽ എത്താൻ സാധിക്കുക. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് തുടർന്ന് പറഞ്ഞു, ഖൗലുഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക്, ഇനിയുള്ള ചർച്ച മുഴുവനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ എങ്ങനെ അള്ളാഹിനോടുള്ള ഹുബ്ബ് പൂർത്തീകരിക്കാം, അള്ളാഹിനോടുള്ള സിദ്ഖ് പൂർത്തീകരിക്കാം എന്നതാണ് ഇനിയുള്ള കുറച്ച് ചർച്ച. അതിനുശേഷം ലാ ഇലാഹ ഇല്ലയുടെ ചില ഫദ്ലുകളും പറയുന്നുണ്ട്. പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് തഖ്തദി അല്ലാ യുഹിബ്ബ സിവാഹ്, അത് നിർബന്ധമാക്കുന്നുണ്ട് അള്ളാഹുവിനെ പോലെ മറ്റൊന്നിനെയും ഇഷ്ടപ്പെടാൻ പാടില്ല. ഫൈനൽ ഇലാഹ ഹുവല്ലദി യുതാ, ഇലാഹ് എന്ന് പറഞ്ഞാൽ അനുസരിക്കപ്പെടേണ്ടവനാണ്. മഹബ്ബതൻ വഖൗഫൻ വറജാഅൻ, സ്നേഹം കൊണ്ട്, ഭയം കൊണ്ട്, പ്രതീക്ഷ കൊണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ അർക്കാനുൽ ഇബാദയാണ്, ഇബാദത്തിന്റെ അർക്കാനുകളാണ്. ഈ മൂന്ന് കാര്യം കൊണ്ടാണ് ഒരാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അപ്പൊ ഈ മൂന്ന് തരത്തിലും അള്ളാഹുവിനെ മാത്രമായിരിക്കണം അവൻ അനുസരിക്കേണ്ടത്. വമിൻ തമാമി മഹബ്ബതിഹി മഹബ്ബതു മാ യുഹിബ്ബുഹു, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് അള്ളാഹു എന്തിനെയൊക്കെ ഇഷ്ടപ്പെടുന്നുവോ അതിനെയെല്ലാം ഇഷ്ടപ്പെടുക എന്നത്. അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് അള്ളാഹു എന്തിനെയെല്ലാം ഇഷ്ടപ്പെടുന്നുവോ അതിനെയെല്ലാം ഇഷ്ടപ്പെടുക എന്നത്. വകറാഹതു മാ യക്റഹു, അള്ളാഹു എന്തിനെയെല്ലാം വെറുക്കുന്നുവോ അതിനെയെല്ലാം വെറുക്കുക എന്നത്. ഫമൻ അഹബ്ബ ശൈഅൻ മിമ്മാ യക്റഹുല്ലാഹ്, ഒരാൾ അള്ളാഹു വെറുക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നു എങ്കിൽ, ഔ കരിഹ ശൈഅൻ മിമ്മാ യുഹിബ്ബുഹുല്ലാഹ്, അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒന്നിനെ വെറുക്കുന്നുവെങ്കിൽ, ലം യക്മുൽ തൗഹീദുഹു വലാ സിദ്ഖുഹു ഫീ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവന്റെ തൗഹീദോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിലുള്ള സത്യസന്ധതയോ സിദ്ഖോ അവൻ പൂർത്തീകരിക്കുന്നില്ല. അതായത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഒരാൾ പൂർത്തീകരിക്കണമെങ്കിൽ തീർച്ച അവൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വ്യക്തിയോ വസ്തുവോ സ്ഥലമോ കാര്യങ്ങളോ എന്താണോ അതിനവൻ ഇഷ്ടപ്പെടണം. അള്ളാഹു വെറുക്കുന്ന വ്യക്തിയോ വസ്തുവോ സ്ഥലമോ മറ്റെന്തെങ്കിലും ആണെങ്കിലും അവൻ അതിനെ വെറുക്കണം. ഇതിനെതിരായിട്ടാണ് എങ്കിൽ അവന്റെ തൗഹീദിലെ സിദ്ഖ് പൂർത്തീകരിച്ചിട്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അവൻ പൂർത്തീകരിച്ചിട്ടില്ല. വകാന ഫീഹി മിനശ്ശിർക്കിൽ ഖഫീ ബിഹസബി മാ കരിഹഹു മിമ്മാ യുഹിബ്ബുഹുല്ലാഹ് വമാ അഹബ്ബഹു മിമ്മാ യക്റഹുല്ലാഹ്, അവന്റെ ഉള്ളിൽ ശിർക്കുൻ ഖഫീയുണ്ട്, ഗോപ്യമായിട്ടുള്ള ശിർക്കുണ്ട്. എത്രത്തോളമാണോ അള്ളാഹു വെറുക്കുന്നതിനെ അവൻ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ അവൻ വെറുക്കുന്നത്, അത്രത്തോളം ഗോപ്യമായിട്ടുള്ള ശിർക്ക് അവന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. ഖാല തആല എന്നുള്ള ദലീൽ എന്താണ്? അല്ലാഹു തആല സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞു, ذلك بأنهم اتبعوا ما أسخط الله وكرهوا رضوانه فأحبط أعمالهم.
അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പഴച്ചുപോയ ആളുകളെ പറ്റി പറയാണ്. അവർക്ക് എന്താ പറ്റിയത്? അവർ അള്ളാഹു വെറുത്ത സാധനങ്ങളെ അവർ പിൻപറ്റി. അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങളോട് അവർക്ക് വെറുപ്പ് വന്നു. അതോടുകൂടി അവരുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടായത്. قال الليث عن مجاهد في قوله تعالى സൂറത്ത് നൂറിലെ 55-ാമത്തെ ആയത്തിൽ ലാ യുശ്രികൂന ബി ഷൈഅൻ എന്നുള്ള ആയത്തിന്റെ തഫ്സീറിൽ മുജാഹിദ് റഹിമഹുള്ള പറഞ്ഞതായി ഉദ്ധരിക്കുകയാണ്. ഖാല ലാ യുഹിബ്ബൂന ഗൈരി ലാ യുശ്രികൂന ബി ഷൈഅൻ എന്നതിന്റെ തഫ്സീർ പറയാണ് ലാ യുഹിബ്ബൂന ഗൈരി, അവരെന്നെ പോലെ വേറൊന്നിനെയും ഇഷ്ടപ്പെടൂല. എന്നെ പോലെ അഥവാ അള്ളാഹുവിനെ പോലെ അവരൊന്നിനെയും ഇഷ്ടപ്പെടില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന്. അടുത്തൊരു ഹദീസ് ദലീലായി കൊടുക്കുന്നുണ്ട്. പക്ഷെ ദഈഫായ ഹദീസാണ്, അതുകൊണ്ട് അത് വായിക്കുന്നില്ല. പക്ഷെ ആ ഹദീസിൽ പറയുന്ന വിഷയം, പരാമർശിക്കുന്ന വിഷയം ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുമെന്ന ആയത്താണ്. അതിനെ തുടർന്നുകൊണ്ട് പറയാണ് وهذا نص في أن محبة ما يكرهه الله وبغض ما يحبه متابعة لهواه. ഈ നേരത്തെ പറഞ്ഞ ആയത്തുകളും അതുപോലെ വേറെയും ആ ഹദീസുകളുടെ ആശയത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് അള്ളാഹു വെറുക്കുന്ന കാര്യത്തിനോടുള്ള ഇഷ്ടവും അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യത്തിനോടുള്ള വെറുപ്പും യഥാർത്ഥത്തിൽ ഒരാൾക്കുണ്ടാകുന്നത് അവന്റെ ഇച്ഛയെ പിൻപറ്റുന്നത് കൊണ്ട് മാത്രമാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, നമുക്ക് ഒരിക്കലും ഒരു മുസ്ലിമിന് പാടില്ല, ഒരു മുഅ്മിന് പാടില്ല അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തെ വെറുക്കാൻ പാടില്ല, അള്ളാഹു വെറുക്കുന്ന ഒരു കാര്യത്തെ ഇഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യം ഒരാൾക്കുണ്ടാകുന്നുണ്ട് എങ്കിൽ അത് അവന്റെ ഇച്ഛയെ പിൻപറ്റുന്നത് കൊണ്ടാണ്. വൽമുവാലാതു അലാ ദാലിക് വൽമുആദാതു അലൈഹി മിനശ്ശിർക്കിൽ ഖഫീ, അതിന്റെ പേരിലുണ്ടാകുന്ന അടുപ്പവും അതിന്റെ പേരിലുണ്ടാകുന്ന ബന്ധവിച്ഛേദനവും ഷിർക്കുൽ ഖഫീയിൽ പെട്ടതാണ്. അഥവാ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം, ആ കാര്യത്തിന്റെ പേരിൽ നമ്മളൊരു സ്നേഹബന്ധം വെക്കുക. അപ്പൊ അള്ളാഹുവിനൊരു കാര്യം ഇഷ്ടമല്ല, അത് ചെയ്യുന്ന ആളോട് നമുക്ക് സ്നേഹബന്ധം വെക്കുക. അല്ലെങ്കിൽ അള്ളാഹുവിനൊരു കാര്യം ഇഷ്ടമാണ്, ആ ഇഷ്ടമാണ് എന്നതിന്റെ വിഷയത്തിൽ അയാളുമായിട്ട് നമ്മൾ ബന്ധം മുറിക്കുകയാണ്. അങ്ങനെ ഒരു സ്വഭാവം ഒരാൾക്കുണ്ട് എങ്കിൽ അത് അവന്റെ ഷിർക്കുൻ ഖഫീയുൻ, ഗോപ്യമായ ഷിർക്കിൽപ്പെട്ട കാര്യമാണ്. വഖാൽ ഹസൻ ബസരി റഹിമഹുല്ലാ പറഞ്ഞു, ഇഅ്ലം, നീ മനസ്സിലാക്കണം, അന്നക ലൻ തുഹിബ്ബല്ലാഹ് ഹത്താ തുഹിബ്ബ ത്വാഅതുഹു, നീ ഒരിക്കലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവനാകുന്നില്ല നീ അള്ളാഹുവിനെ അനുസരിക്കുന്നതുവരെ. അള്ളാഹുവിനെ അനുസരിക്കാതെ ഒരാളും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവനാകുന്നില്ല. വസുഇല ദുന്നൂൻ അൽ മിസ്രി റഹിമഹുല്ലാ, അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, മതാ ഉഹിബ്ബു റബ്ബി, അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, എപ്പോഴാണ് ഞാൻ എന്റെ റബ്ബിനെ ഇഷ്ടപ്പെട്ടവനാവുക? അദ്ദേഹം പറഞ്ഞു, ഖാല ഇദാ കാന മാ യുബ്ഗിദുഹു ഇൻദക അമറ മിനസ് സബിരി. സബിർ എന്ന് പറഞ്ഞാൽ കയ്പുള്ള ഒരു കായുള്ള വൃക്ഷമാണ്. അപ്പൊ അതിനേക്കാളും നിനക്ക് അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു കാര്യത്തിനോട് വെറുപ്പുണ്ടാകുമ്പോൾ, ഇദാ കാന മാ യുബ്ഗിദുഹു ഇൻദക അമറ മിനസ് സബിരി, അഥവാ അള്ളാഹു വെറുക്കുന്ന ഒരു കാര്യത്തെ ഈ സബിരി എന്നുള്ള അങ്ങേറ്റം കയ്പുള്ള അതിന്റെ കയ്പിനേക്കാൾ നിനക്ക് വെറുപ്പുള്ള ഒരു കാര്യമായിട്ട് മാറണം. അതിന്റെ ആ കയ്പിനേക്കാൾ നിനക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിട്ട് അള്ളാഹു വെറുക്കുന്ന ഒരു കാര്യമാകുമ്പോൾ, സഹോദരങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും, വലാവും ബറാവും ഇല്ലാതെ തൗഹീദില്ല. അള്ളാഹുവിന് വേണ്ടി സ്നേഹബന്ധം വെക്കാതെയും അള്ളാഹുവിന് വേണ്ടി വിച്ഛേദനവും നടത്താതെ ഒരാളുടെ തൗഹീദ് ശരിയാവില്ല. അള്ളാഹു ഇഷ്ടപ്പെടാതെയും അള്ളാഹു വെറുക്കുന്നതിനെ വെറുക്കാതെയും ഒരാൾക്കും തൗഹീദ് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. ചില ആളുകൾ തൗഹീദിന്റെ ആളുകളാണെന്ന് പറയും, എന്നാൽ വലാവും ബറാവും പറയാൻ തുടങ്ങിയാൽ അതൊന്നും ദീനിലില്ല, അതൊന്നും തൗഹീദിന്റെ ഭാഗമല്ല. ഇന്ന് കാലത്തെ ലിബറലിസത്തിന്റെയും അതുപോലെ തന്നെ സെക്യുലറിസത്തിന്റെയും എല്ലാം വാദങ്ങൾ അധികരിച്ചുകൊണ്ട് ആളുകൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അള്ളാഹു ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഒരാളുണ്ട് എങ്കിൽ എങ്ങനെയാണ് അയാളോട് പിന്നെ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് സ്നേഹബന്ധം ഉണ്ടാവുക? ഒരിക്കലുമില്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഒരാളുണ്ട് എങ്കിൽ അവരോട് എങ്ങനെയാണ് സ്നേഹബന്ധം ഇല്ലാതിരിക്കുക? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് അള്ളാഹു വെറുക്കുന്നതിനെ സബിർ എന്ന ആ കയ്പുള്ള ആ വൃക്ഷത്തിന്റെ അതിന്റെ ചാറിനേക്കാൾ നിനക്ക് കയ്പുള്ള കാര്യമാവണം അള്ളാഹു വെറുക്കുന്ന ഒരു കാര്യം. അപ്പോഴാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം നിനക്ക് എന്താവാൻ സാധിക്കുകയുള്ളൂ, പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. وقال بشر بن السري رحمه الله ليس من علام الحب أن تحب ما يبغضه حبيبك.
നിനക്കിഷ്ടപ്പെടുന്ന ഒരാളെ, നിനക്കിഷ്ടപ്പെടുന്നത് അഥവാ അള്ളാഹുവിനെ ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു കാര്യത്തെ നീ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നിന്റെ ഇഷ്ടത്തിന്റെ അടയാളമേ അല്ല. അഥവാ നീ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹു വെറുക്കുന്ന ഒരു കാര്യത്തെ ഇഷ്ടപ്പെടുക എന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റിയോ? അള്ളാഹു വെറുക്കുന്ന ഒരു കാര്യത്തെ നീ ഇഷ്ടപ്പെടുക എന്നത് നിനക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടം സത്യസന്ധമാണ് എന്നതിന്റെ അടയാളമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വഖാല അബൂ യഅഖൂബ് അൻ-നഹ്റജൂരി, അദ്ദേഹം പറഞ്ഞു കുല്ലു മൻ ഇദ്ദഅ മഹബ്ബത്തല്ലാഹ് വലം യുവാഫിഖില്ലാഹ ഫി അംരിഹി ഫദഅവാഹു ബാതിലുൻ. ആരൊക്കെയാണോ അള്ളാഹുവിനോടുള്ള ഇഷ്ടം വാദിക്കുന്നത്, പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പന അവൻ അനുസരിക്കുന്നില്ല എങ്കിൽ അവന്റെ ആ വാദം ബാത്തിലാണ്, നിരർത്ഥകമാണ്, അത് ശരിയല്ല. വഖാല യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ്, സലഫുകളിൽപ്പെട്ട വ്യക്തിയാണ്, അദ്ദേഹം പറഞ്ഞു ലൈസ ബിസാദിഖിൻ മൻ ഇദ്ദഅ മഹബ്ബത്തല്ലാഹ് വലം യഹ്ഫദ് ഹുദൂദഹു. ഒരാൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടം വാദിക്കുകയും അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ കാത്തു സൂക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആരാണോ അവൻ എന്തല്ല, അവന്റെ വാദ്യത്തിൽ സിദ്ഖുള്ളവനല്ല, സത്യസന്ധനല്ല. വഖാല റുവൈമുൻ അൽ മഹബ്ബത്തുൽ മുവാഫഖത്തു ഫീ ജമീഇൽ അഹ്വാൽ. അള്ളാഹുവിനോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സന്ദർഭത്തിലും, ഏത് സന്ദർഭത്തിലും അതങ്ങനെയായിരിക്കണം. അതായത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനയാണ് വന്നതെങ്കിൽ അതിനോട് നമുക്ക് ഇഷ്ടമുണ്ടായിരിക്കണം. അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണെങ്കിൽ അതിനോട് നമുക്ക് ഇഷ്ടമുണ്ടായിരിക്കണം. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അതിന്റെ ഒരു ആഴം മനസ്സിലാക്കി തരാൻ പറയാണ്. വാൻഷദ, അദ്ദേഹം പറഞ്ഞു വലൗ ഖുൽത ലീ മുത്, അള്ളാഹുവിനോടായിട്ട് പറയുന്നതായിട്ട് പറയാണ്, നീ എന്നോട് മരിക്കാൻ പറയുകയാണെങ്കിൽ മുത്തു സംഅൻ വതഅതൻ, നിന്നോടുള്ള കേൾവിയും അനുസരണത്തോടും കൂടി ഞാൻ മരിക്കുന്നതാണ്. വഖുൽതു ലിദാഇൽ മൗത്ത്, മരണത്തിന്റെ മലക്ക് എന്റെ അടുക്കലേക്ക് വരുമ്പോൾ, എന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോൾ ഞാൻ പറയും അഹ്ലൻ വ മർഹബൻ, നിനക്ക് സ്വാഗതമെന്ന്. കാരണം അള്ളാഹു തനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെങ്കിലും അള്ളാഹു കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യും എന്നുള്ള ആശയത്തെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ വാക്കാണത്. അപ്പോ ഈ അഥറുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഒരാൾ വാദിക്കുന്നുണ്ട് എങ്കിൽ അവൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെടണം, അള്ളാഹു വെറുക്കുന്നതിനെ വെറുക്കണം. അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ഖുർആനിലുള്ളത്. വയശ്ഹദു ലിഹാദൽ മഅന അയ്ളൻ ഖൗലുഹു, ഇതിനുള്ള തെളിവാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് സൂറത്ത് ആലി ഇംറാനിലെ 31-ാമത്തെ ആയത്ത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അള്ളാഹു പറയാണ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, എന്നെ പിൻപറ്റുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു. ഖാല അൽ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഖാല അസ്ഹാബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ നുഹിബ്ബു റബ്ബനാ ഹുബ്ബൻ ശദീദൻ, ഞങ്ങളുടെ റബ്ബിനെ അതിയായി സ്നേഹിക്കുന്നുണ്ട്, ശക്തമായി സ്നേഹിക്കുന്നുണ്ട്. ഫഅഹബ്ബല്ലാഹു അൻ യജ്അല ലിഹുബ്ബിഹി അലമൻ, അങ്ങനെ അവരുടെ ഹുബ്ബിന്, അവരുടെ സ്നേഹത്തിന് ഒരു അടയാളം വെക്കാൻ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടു. ഫഅൻസലല്ലാഹു ഹാദിഹിൽ ആയ, അങ്ങനെ ഈ ആയത്തിനെ അല്ലാഹു ഇറക്കി. അപ്പൊ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുക എന്നുള്ളത്. ഇതുപോലെ അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള സിദ്ഖും എല്ലാം ഇതിൽ ഇനി തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസത്തിൽ വായിക്കാം. അപ്പോ ഇന്ന് ആദ്യം പറഞ്ഞ ആശയങ്ങളെ യഥാർത്ഥ രൂപത്തിൽ തന്നെ മനസ്സിലാക്കണം. ഒരിക്കലും ഒരു പാപം ചെയ്തവൻ മുശ്രിക്കും കാഫിറുമായി എന്നുള്ള അർത്ഥത്തിലല്ല. ഒരാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവനും അത് സാക്ഷാത്കരിക്കുന്നവനുമാണ് എങ്കിൽ അവൻ അള്ളാഹുവിനുള്ള അനുസരണം പൂർത്തീകരിച്ചവനായിരിക്കും. അവൻ അള്ളാഹു ആയിരിക്കും പ്രധാനപ്പെട്ട ചിന്ത, മറ്റൊന്നും ആവുകയില്ല. വേറെ എന്തെങ്കിലും ഒരു വസ്തു പ്രധാനപ്പെട്ട ചിന്ത ലക്ഷ്യമായിട്ട് ഒരുത്തിന് മാറിയിട്ടുണ്ടെങ്കിൽ അവൻ അതിനെ ആരാധിക്കുന്നില്ലെങ്കിലും അവൻ അതിനോട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും അവൻ അതിനെ സുജൂദ് ചെയ്തിട്ടില്ല എങ്കിലും അവൻ അതിന്റെ അബ്ദാണ്, അത് ഇവന്റെ ഇലാഹുമാണ്. അതിന് ഖുർആനിലും ഹദീസിലും തെളിവുകൾ തൈസ അബ്ദുദ്ദീനാർ അബ്ദുദ്ദിർഹം എന്നുള്ളതും പിന്നെ ഹവയെ ഇലാഹാക്കിയവെന്നുള്ള ആയത്തും ഹദീസും അതിനുള്ള തെളിവായി പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു റജബ് ഹംബലി ഈ റിസാലയിലും ഉദ്ധരിച്ചിട്ടുണ്ട്. ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നത്, തൗഹീദ് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നത്, അവന്റെ പൂർണ്ണമായ ഇഷ്ടവും ഭയവും പ്രതീക്ഷയും അള്ളാഹുവിലായിരിക്കണം.
അള്ളാഹുവിന് പൂർണ്ണമായ അനുസരണം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കുന്ന പിശാചിനെയും ശൈത്താനെയും ഹവയെയും അനുസരിക്കുന്ന അവസ്ഥ അവനില്ലാതിരിക്കാൻ അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ദറജയിൽ നബിമാരും സ്വാലിഹീങ്ങളും സിദ്ദീഖീങ്ങളും എത്തിയിട്ടുള്ള മഹത്തായ ദറജയിൽ ഒരാൾക്ക് എത്താൻ സാധിക്കുക. ഇനിയും ഈ ഒരു വിഷയത്തെ വിശാലമായി തന്നെ ഈ റിസാലയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ബിഇദ്നില്ലാ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.